മകരവിളക്ക് ദിവസങ്ങളിൽ തീർത്ഥാടകർക്ക് നൽകാനാവശ്യമായ അരവണ പായസവും അപ്പവും കരുതൽ ശേഖരത്തിലുണ്ടാകുമെന്ന് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ വി കൃഷ്ണകുമാർ. തീർത്ഥാടകർക്ക് സുഖദർശനത്തിനുള്ള അവസരം ഒരുക്കുമെന്നും എക്സിക്യൂട്ടീവ് ഓഫീസർ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. മകരവിളക്ക് ഉത്സവം പൂർത്തിയാകാൻ പോകുന്നു. മകരവിളക്ക് ദൃശ്യമാകാൻ ഇനി മണിക്കൂറുകൾ മാത്രം. ഇവിടുത്തെ എന്തൊക്കെയാണ് തീർത്ഥാടകർക്ക് വേണ്ടി ഏർപ്പെടുത്തിയിരിക്കുന്ന സൗകര്യങ്ങൾ ഇതെല്ലാം വിലയിരുത്തുന്നതിന് വേണ്ടി ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്രീ വി കൃഷ്ണകുമാറോടൊപ്പം ചെയ്ത് എന്തൊക്കെ സൗകര്യങ്ങൾ നമ്മൾ തീർത്ഥാടകർക്ക് വേണ്ടി ഒരുക്കി? ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെയും ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ദേവസ്വം ബോർഡിൻ്റെയും നേതൃത്വത്തിൽ 1,00,000 അവരുടെ നിർദ്ദേശാനുസരണം 1,00,000 ഹൈക്കോടതി നിർദ്ദേശാനുസരണം ബോർഡിൻ്റെ താല്പര്യത്തോടുകൂടി തന്നെ 1,00,000 ഭക്തർക്ക് പാണ്ഡിത്താവളത്തിൽ അന്നദാനം 14-ാം തീയതി 3 നേരവും 15-ാം തീയതി രാവിലെ ഉച്ചയ്ക്കും അങ്ങനെ 5 നേരവും ആഹാരം അന്നദാനം കൊടുക്കാനുള്ള സംവിധാനം പ്രധാനമായിട്ടും ഒരുക്കിയിട്ടുണ്ട്. പിന്നെ വരുന്ന പ്രധാനമായും ഇതര ഡിപ്പാർട്ട്മെൻറ്റുകളുടെ മുൻ വർഷത്തെ പോലെ തന്നെ സഹകരണം തൻവർഷവും നല്ല രീതിയിൽ തന്നെ നടക്കുന്നു. എങ്ങനെയാണ് ഈ നമ്മുടെ ഈ അരവണ ഉണ്ണിയപ്പം ഇതൊക്കെ ആവശ്യത്തിന് സ്റ്റോക്ക് ഉണ്ടാവുമോ? ആവശ്യം അരവണകളുടെയൊക്കെ സ്റ്റോക്കുണ്ട്. ആ നിലയിലാണ് എല്ലാ ഭക്തർക്ക് ആവശ്യാനുസരണം പരിമിതി വെച്ച് തുടർന്ന് കൊടുത്തു പോരുന്നുണ്ട്. പരാതിയില്ലാതെ കൊടുത്തു പോരുന്നുണ്ട്. മകരവിളക്ക് കഴിഞ്ഞാലും തീർത്ഥാടകർക്ക് കൊടുക്കാനുള്ള അരവണ ഉണ്ടാവും. മകരവിളക്ക് കഴിഞ്ഞാലും അത് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതനുസരിച്ച് തീർത്ഥാടകർക്ക് അന്നുള്ള പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതനുസരിച്ച് തീർത്ഥാടകർക്ക് കൊടുത്തു പോരാം. ഒരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. ഈ 16-ാം തീയതി കഴിഞ്ഞാൽ മകരവിളക്ക് കഴിഞ്ഞാൽ ഒരു വലിയ തിരക്ക് പ്രതീക്ഷിക്കുന്നുണ്ടോ? മകരവിളക്ക് കഴിഞ്ഞാൽ ഉണ്ടാവാം, സാധ്യതയുണ്ട്. അഭൂതപൂർവമായ തിരക്കാണ്. പ്രത്യേകിച്ച് കുഞ്ഞ് മാളികപ്പുറങ്ങളും പിന്നെ മാളികപ്പുറങ്ങളുടെയും ഇതുവരെ ഉണ്ടാവാത്ത രീതിയിലുള്ള തിരക്കാണ് അനുഭവപ്പെടുന്നത്. സാധാരണ കുടിവെള്ളം കിട്ടുന്നില്ല അങ്ങനെയൊക്കെയുള്ളൊരു പരാതിയാണല്ലോ കാത്തു നിൽക്കുമ്പോൾ. അത്തരം പരാതികളൊക്കെ പരിഹരിക്കാൻ കഴിഞ്ഞു? തീർച്ചയായിട്ടും പരാതികളുണ്ട്. വിവിധ സ്ഥലങ്ങളിൽ ബിസ്ക്കറ്റും ചുക്കുവെള്ളം ബിസ്ക്കറ്റും വിതരണം കൃത്യമായി നടന്നു വരുന്നുണ്ട് എല്ലാ സ്ഥലങ്ങളിലും. അതിനായിട്ട് 70 ലക്ഷങ്ങളോളം ബിസ്ക്കറ്റ് എണ്ണം വിവിധ പാണ്ഡിത്താവളം ഉൾപ്പെടെ വിവിധ മരക്കോട്ടം വിവിധ പോയിന്റുകളിൽ സജ്ജീകരിച്ച് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. എങ്ങനെ പൊതുവെ എങ്ങനെയുണ്ടായിരുന്നു ഈ തീർത്ഥാടനങ്ങൾ ഇതുവരെ നോക്കും വിലയിരുത്തും? ഇവൻ്റെ കാരണം കൊണ്ട് നിലവിൽ എല്ലാം ഭംഗിയായി തന്നെ പോകുന്നു. ഇനിയും തുടർന്ന് അങ്ങനെ തന്നെ പൂർവാധി ഭംഗിയോടെ തന്നെ നടക്കും എന്നുള്ള പ്രതീക്ഷയാണ്. അതിലൂടെയാണ് പ്രാർത്ഥിച്ചാണ് മുമ്പോട്ട് പോകുന്നത്. ക്രമീകരണങ്ങൾ ആ രീതിയിലാണ് സജ്ജമാക്കിയിട്ടുള്ളത്. ഈ മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കൂടുതൽ പേര് ഇപ്രാവശ്യം എത്തിയായിരുന്നു. ഉണ്ട്. മുൻ വർഷങ്ങളിൽ അപേക്ഷിച്ച് കൂടുതൽ ഉണ്ട്. അതിനെ വിലയിരുത്തിയിട്ടില്ല എങ്കിലും അഭൂതപൂർവമായ തിരക്കാണ് ഇതര സംസ്ഥാനങ്ങളിലെ ഭക്തരിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, ഇനി ഉണ്ടാകുന്നതും. ആ ഒരു സാഹചര്യമാണ് അങ്ങനെയുള്ളത്. തീർച്ചയായിട്ടും വലിയ ഒരു പ്രതിസന്ധികളില്ലാത്ത എല്ലാ തീർത്ഥാടകർക്കും ആവശ്യത്തിന് അപ്പവും അരവണയും എത്തിക്കാനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയായി എന്ന് തന്നെയാണ് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ വി കൃഷ്ണകുമാർ നമ്മോടൊപ്പം പങ്കുവയ്ക്കുന്നത്. ശബരിമല സന്നിധാനത്തു നിന്നും സജി തരലിനൊപ്പം ടി ബി നോയ്, കേരള വിഷൻ ന്യൂസ്.